Hey and welcome back to my YouTube channel. ഇത് ഗ്രീൻബർഗ് റിസോർട്ട് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഡേ 2 ഇൻ ഗ്രീൻബർഗ് റിസോർട്ടാണ് കേട്ടോ. ഇന്ന് ഉച്ചവരെ ഞാൻ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ചെക്കൗട്ട് ചെയ്ത് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ രാവിലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ എണീറ്റത്. ബിക്കോസ് ഇന്നലെ നമുക്ക് ഫുൾ റിസോർട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഫുൾ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ നേരത്തെ അലാമൊക്കെ വെച്ച് എണീറ്റ് ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് മോർണിംഗ് വ്യൂസൊക്കെ ആസ്വദിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ റൂമിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് കേട്ടോ ഇത്, മോർണിംഗ് വിഷ്വൽസ്. ഇന്ന് രാവിലത്തെ ഫസ്റ്റ് അജണ്ട ഇസ് ടു ഗോ ഫോർ എ ട്രെക്കിംഗ്. ഇവിടെ ഈ റിസോർട്ടിനുള്ളിൽ തന്നെ ഒരു ചെറിയ ഗൈഡ് ട്രെക്ക് ഉണ്ടെന്ന് കേട്ടു. അതിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നതാണ്. ഇപ്പോൾ സമയം 7:30 ആയി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ചെറിയ ട്രെക്കാണ്, പക്ഷേ ഇറ്റ്സ് വെരി പ്രിറ്റി എന്നാണ് കേട്ടത്. നോക്കാം. അപ്പം നമ്മുടെ ഗൈഡ് വരുന്ന ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിസോർട്ട് നടന്ന് കാണാമെന്ന് ഓർത്തു. ഇന്നലെ ഇതൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല. ഇന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ സീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. അതുകൂടാതെ ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. ഇവിടെയാണ് നൈറ്റിൽ ക്യാമ്പ് ഫയർ ഒക്കെ അവർ ഓർഗനൈസ് ചെയ്യുന്നത്. ഇന്നലെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള കാരണം ഇന്നലെ അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ നമ്മുടെ ഗൈഡ് എത്തി. നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ട്രെക്കിങ്ങിന് പോകുന്നത്. ഈ ട്രെക്കിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെയുള്ള വ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയായിരുന്നു കേട്ടോ. ദ മൗണ്ടൻസ് ആൻഡ് എവറിത്തിങ്, ഇറ്റ്സ് സോ പ്രിറ്റി. 10 കിലോമീറ്റർ എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്, കണ്ടറിയാം. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു എത്ര നടക്കണം എന്ന്. അപ്പോൾ ആ ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി 10 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ ഭയമായി. ഈശ്വര, അത്രയൊക്കെ നടക്കണോ എന്നോർത്ത്. പക്ഷേ അത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നടന്നാൽ എത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തി. ഈ കാണുന്ന മലയില്ലേ, അത് നമ്മുടെ റിസോർട്ടിൽ ആ വാക്ക് വേയിൽ നടക്കുമ്പോൾ കാണുന്ന ആ മലയില്ലേ, അതാണ് കേട്ടോ. ശരിക്കും ഒരു സൺറൈസ് ടൈമിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പോഴത്തേക്കും ഇത്തിരി വെയിലൊക്കെ മൂത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നല്ല കാറ്റും നല്ലൊരു കൂൾ വെതറായിരുന്നു. ആൻഡ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂസ് ആർ പുള്ളിക്കാനം, ഇല്ലിക്കൽ കല്ല്, മൂലമറ്റം. അങ്ങനെ ഒരു അടിപൊളി ട്രെക്കിംഗ് കഴിഞ്ഞ് ഞാൻ ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ എന്നെ ഞെട്ടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു, വിച്ച് ഇസ് പഴം കഞ്ഞി. ഞാനത് എടുത്തില്ല, ബട്ട് കുറേ പേര് അത് എടുക്കുന്നത് കണ്ടു. ഞാൻ നമ്മുടെ നോർമൽ പൂരി, ഇഡ്ഡലി ആ സാധനങ്ങളൊക്കെയാണ് എടുത്തത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫുൾ പാറിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടത് റോപ്പ് ഗെയിമാണ് റൈറ്റ് സൈഡിൽ. അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നോർത്തു. ഞാൻ അഡ്വെഞ്ചറസ് പേഴ്സൺ ആണ്, എങ്കിലും ഇത്തരം അഡ്വെഞ്ചേഴ്സ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ദിസ് ഇസ് മൈ വെരി ഫസ്റ്റ് ടൈം. നോക്കാം പറ്റുമോ ഇല്ലയോ എന്ന്.
സ്റ്റേജ് ക്രോസ് ചെയ്തപ്പോഴത്തേക്കും തന്നെ എൻ്റെ കിളി പോയി തുടങ്ങി. അപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്തി. എനിക്ക് ഒന്നാമത് ഹൈറ്റ് ഇത്തിരി പേടിയുള്ള ആളാണ്. പിന്നെ മോറോവർ ഇങ്ങനെ പിടിച്ച് നടന്ന് എനിക്ക് കൈ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കൈ ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ലെവലിൽ ക്വിറ്റ് ചെയ്തു. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് ഐ ഡിഡ് അറ്റ്ലീസ്റ്റ് സ്റ്റിൽ ദെയർ. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന അഡ്വെഞ്ചർ ലവേഴ്സൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യു വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം ഹിയർ. അതായത് കഴിഞ്ഞ് കഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വെള്ളം വേണമെന്ന് അവർക്ക് അറിയാതുകൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്. റോപ്പ് ഗെയിമിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് ആവാമെന്ന് ഓർത്തു. ഇൻഡോർ ആക്ടിവിറ്റീസ് സെക്ഷനിലേക്ക് വന്നു. ഇവിടെ ഹൂള ഹൂപ്പും വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ടേബിൾ ടെന്നീസ് ഉണ്ടായിരുന്നു. നമ്മുടെ യൂഷ്വൽ ബോർഡ് ഗെയിംസ് ആയിട്ടുള്ള ലുഡോ, സ്നേക്ക് ആൻഡ് ലാഡർ, ക്യാരംസ്, ചെസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ടേബിൾ ടെന്നീസ് കളിച്ച് നോക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അതിൽ കയറി പിടിച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ടേബിൾ ടെന്നീസിലൊരു പുലിയാണ്. അയ്യോ, ആ തെറ്റിദ്ധാരണയൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇത് എന്തോ അവിടെ ഇരിക്കണം കണ്ടപ്പോൾ കളിക്കാൻ തോന്നി, അങ്ങനെ എടുത്താണ്. എനിക്ക് അവിടെ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം അടിക്കണം എന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ളൊരു പ്രാക്ടീസാണ് നിങ്ങൾ കാണുന്നത്. എനിക്കൊരു നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നതാണ്. ഒന്ന് അടിച്ചൊരു ഫ്ലോ ആയി വരുമ്പോഴത്തേക്കും ബോൾ താഴെ പോവും, പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി പോവും, അങ്ങനെ ഫുൾ പോയി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇപ്പോൾ കളിച്ച് എന്തോ സെറ്റായിട്ടോ. പഠിച്ചു പോയി ഗൈസ്, പഠിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ ബോ ആൻഡ് ആരോ കണ്ടു. എന്നാൽ പിന്നെ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നോർത്ത് അതെടുത്തുകൊണ്ട് വന്നതാണ്. ടാർഗറ്റിൽ കൊള്ളിക്കാൻ പറ്റുമോ നോക്കാം. കൊണ്ടില്ല ഗൈസ്. അവിടുത്തെ പ്രഹസനത്തിന് ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പം ബാക്കി കോട്ടേജസ് ഒക്കെ കണ്ടു കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവരുടെ മെയിൻറ്റെനൻസ് തന്നെയാണ് കേട്ടോ. ഇവിടെ 70 ഏക്കർ ഉണ്ടെങ്കിലും അത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക റിസോർട്ടുകളും അവിടെയാണ് ലാക്ക് ചെയ്യുന്നത്. അവർക്ക് വലിയ പ്രോപ്പർട്ടിയൊക്കെ ആയിരിക്കും, പക്ഷെ മെയിൻറ്റെനൻസ് വളരെ പുവറായിരിക്കും. പക്ഷേ ഇവിടെ എവിടെ നോക്കിയാലും നല്ലോണം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബ്രിഡ്ജൊക്കെ നോക്കിയാൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഇതാണ് കേട്ടോ അവരുടെ പൂള്. കിഡ്സിന് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട്, അഡൾട്ട്സിന് അത്യാവശ്യം വലിയൊരു പൂളും ഉണ്ട്. അവിടെ ടൈമിങ്സും റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവരുടെ ബാഡ്മിൻ്റൺ കോർട്ടും അവിടെ കണ്ടത് വോളിബോൾ കോർട്ടും ആണ് കേട്ടോ. ഇനി കിഡ്സിന് വേണ്ടിയാണെങ്കിൽ കിഡ്സിന് ചെറിയൊരു പാർക്കും കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. അപ്പം പിള്ളേരായിട്ട് വരുവാണെങ്കിൽ പിള്ളേർക്കും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ക്ഷീണിച്ചു. പിന്നെ ഊഞ്ഞാൽ കണ്ട ആരാണ് ഊഞ്ഞാലിരിക്കാത്തത്, അങ്ങനെ ഞാനും വന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ. റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരെ ഇവിടെയുള്ള ടർഫിലേക്കാണ് പോയത്. ഇതൊരു ക്രിക്കറ്റ് കം ഫുട്ബോൾ കളിക്കാൻ പറ്റിയൊരു ടർഫാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പം ഫാമിലി ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ക്രിക്കറ്റ് കളിച്ച് നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ഇപ്പോൾ ഓൾറെഡി 10:30 കഴിഞ്ഞു ടൈം. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അധികം ടൈമില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ നേരെ റൂമിലേക്ക് പോയി ഫ്രഷനപ്പൊക്കെ ആയതിനു ശേഷം ഇവിടെ ഒരു ഫാം ഉണ്ടെന്ന് കേട്ടു. എന്നാൽ പിന്നെ ഫാം കാണാം എന്നോർത്തിട്ട് ഞാൻ ഫാമിലേക്ക് പോവാണ് കേട്ടോ.
ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കുള്ള പാലും ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ഇവിടുത്തെ ഫാമിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഇവർക്ക് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫാം ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ്. ഫാം വിസിറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ല വിശപ്പായിരുന്നു. ബുഫേ റെഡി ആയിരുന്നു. വയറ് നിറയെ ഭക്ഷണവും കഴിച്ച് 2 days അടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ദേ ഇവിടുന്ന് അടിപൊളി മെമ്മറീസും കൊണ്ട് ഇവിടുന്ന് പോവാണ്. ചെക്കൗട്ട് ടൈമായി. അപ്പോൾ റിസപ്ഷനിൽ കീ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ദേ പോവാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ട് എന്തായാലും നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ ഒക്കെ ഈ സമ്മർ വെക്കേഷൻ വന്ന് നല്ല അടിപൊളി സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വ്ളോഗ്. അടുത്ത വീഡിയോസിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.